നമ്മുടെ കാത്തിരിപ്പിന് ഒരു ഉത്തരമുണ്ട്. ഉടനെ സംഭവിക്കണമെന്നില്ല. പരിശുദ്ധ അമ്മമാതാവിന്റെ ജനന തിരുനാളിന് ഒരുങ്ങുന്ന ഈ വേളയിൽ ഫിദ മിനിസ്ട്രി എല്ലാ ദിവസവും ഫിദ മിനിസ്ട്രി എന്ന യൂട്യൂബ് ചാനലിലൂടെ ചെറിയ മരിയൻ സന്ദേശം നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഇന്ന് നാം ധ്യാനിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ മാതാപിതാക്കളായ ജോവാക്യമിലും അന്നയിലുമുണ്ടായ ദൈവത്തിലുള്ള പ്രത്യാശയെക്കുറിച്ചാണ്. പ്രത്യാശ 3 കാര്യങ്ങളിൽ നമ്മെ സഹായിക്കും. അതൊന്ന്, പ്രത്യാശ നീതിപൂർവമായ ഒരു ജീവിതം ക്രമപ്പെടുത്താൻ ഒരു വ്യക്തിയെ സഹായിക്കും. ദൈവത്തിലുള്ള പ്രത്യാശ ഒരു കാത്തിരിപ്പിന് നമ്മെ സഹായിക്കും. മറ്റൊന്ന്, ദൈവത്തിലുള്ള അടിയുറച്ച പ്രത്യാശ അരൂപിയാലുള്ള ഒരു ജീവിതത്തിൽ നമ്മെ നയിക്കാൻ നമ്മെ ശക്തിപ്പെടുത്തും. തീർച്ചയായിട്ടും നമുക്ക് പറയാൻ കഴിയും, പരിശുദ്ധ അമ്മമാതാവിന്റെ ജനനം ജോവാക്യമും അന്നയും ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ച് പ്രാർത്ഥിച്ച് ഒരുങ്ങിയുള്ള ഒരു ജീവിതമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ അമ്മയെ നാം ജന്മപാപമില്ലാത്ത അമ്മ, അമലോത്ഭവം എന്നൊക്കെ പറയുമ്പോൾ ആ മാതാപിതാക്കൾക്ക് അതീവ വിശ്വാസവും പ്രത്യാശയും ശരണവും ഉണ്ടായിരുന്നു. സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മമാതാവിന്റെ ജനന തിരുനാളിൽ ഒരുങ്ങുമ്പോൾ നമുക്ക് നമ്മുടെ കർത്താവായ യേശുവിൽ പ്രത്യാശ അർപ്പിക്കാം. നമ്മുടെ കാത്തിരിപ്പിന് ഒരു ഉത്തരമുണ്ട്. ഉടനെ സംഭവിക്കണമെന്നില്ല. ക്രിസ്തുവിന്റെ കുരിശിന്റെ താഴെ താഴ്മയോടെ നിൽക്കാനായിട്ടാ പത്രോസ് നമ്മെ പഠിപ്പിക്കുന്നത്. തക്ക സമയത്ത് നമ്മളെ ഉയർത്തും. ദൈവത്തിന്റെ ഹിതം പോലെ നടക്കട്ടെ. ഇതാ കർത്താവിന്റെ ദാസി, അവിടുത്തെ ഹിതം പോലെ എന്നിൽ സംഭവിക്കട്ടെ എന്ന് പറയാനുള്ള അമ്മയുടെ ആ പ്രത്യാശ നിറഞ്ഞ ആ കാത്തിരിപ്പ്. 2, അരൂപിക്കടുത്തൊരു ജീവിതം നയിക്കാൻ, അരൂപിയിൽ നിറഞ്ഞൊരു ജീവിതം, പരിശുദ്ധാത്മാവിനാൽ പൂരിതമായൊരു ജീവിതം നയിക്കാൻ അമ്മ മാതാവിന്റെ ജനന തിരുനാളിൽ ഒരുങ്ങുമ്പോൾ നമുക്ക് പരിശ്രമിക്കാം. മറ്റൊന്ന്, നീതിപൂർവകമായ ഒരു ധാർമ്മിക നിലവാരമുള്ള ഒരു ജീവിതത്തിനും ഈ എന്റെ അമ്മയ്ക്ക് ചക്കര ഉമ്മ എന്ന ആത്മീയ ശുശ്രൂഷ കേൾക്കുന്നവരെ പ്രചോദിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ നിർത്തുന്നു. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. അമ്മയ്ക്ക് ചക്കരമ്മ.